ഹായ് ഫ്രണ്ട്സ്, മല്ലുപ്രോ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഉത്സവത്തിന് വേണ്ടി വന്നപ്പോഴാണ് ചെറുപ്പകാലത്തെ മിഠായികളെന്ന് പറഞ്ഞൊരു സ്റ്റോർ കണ്ടു. ആ സ്റ്റോറിൽ പലതരം നമ്മുടെ ഓൾഡ് ടൈമിലെ മിഠായികളൊക്കെ കണ്ടു. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷമാക്കിയിരുന്ന 5 പൈസയ്ക്കും 10 പൈസക്കൊക്കെ കിട്ടിയിരുന്ന മിഠായികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതുപോലെ ഫെസ്റ്റൊക്കെ നടക്കുന്നിടത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ മിഠായികൾ കുറേ കാണാറുണ്ട്. എന്നാലും ഇന്ന് കുറേ നാളായിട്ട് കാണാതിരുന്നൊരു മിഠായി കിട്ടിയപ്പോൾ, ഇത് പമ്പര മിഠായി എന്ന് പറയുന്നത്, ഇത് കിട്ടിയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് നമ്മൾ മേടിച്ചാണ് കേട്ടോ. ഇത് ഒരു പാക്കറ്റിന് 30 രൂപയാണ്. അപ്പോൾ ഈ 30 രൂപക്ക് കിട്ടിയ മിഠായി നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ. ഇത് ഉണ്ടാക്കുന്ന പിള്ളേർക്കൊക്കെ മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നൂല് അഴിച്ചിട്ട് അതിലിങ്ങനെ അത് കോർത്തിരിക്കുകയാണ് മിഠായി. അപ്പോൾ നൂലഴിച്ചിട്ട് നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് വലിക്കുമ്പോൾ കറക്റ്റ് പമ്പരം കറങ്ങണ പോലെ ഇത് കറങ്ങും കേട്ടോ. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ 1 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മൊത്തം നല്ല ലാവിഷായിട്ട് മിഠായിയും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് നടക്കാമായിരുന്നു. ഇന്ന് അത് 500 രൂപ ഉണ്ടെങ്കിൽ പോലും ഇന്ന് അതുപോലെ നടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പമ്പര മിഠായി കറങ്ങണം നോക്കി നല്ല രസമില്ലേ. അപ്പോൾ ഇത്ര മനോഹരമായ മിഠായികളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ കിൻഡർ ജോയി ഇതൊക്കെ പോലെ ഉള്ള മിഠായികളാണ്. അതും 50 രൂപക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു കളിപ്പാട്ടം, പിന്നെ എന്തോ മിഠായി, ഇത് ഏതാന്ന് സാധനം പോലും നമുക്കറിയാൻ പോലത്തെ കുറച്ച് മിഠായികളൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ നിസ്സാര പൈസക്കൊക്കെ കിട്ടുന്ന കുറേ മിഠായികളുണ്ടെന്നൊക്കെ പിള്ളേരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അന്നൊന്നും ആരും ഈ മിഠായികളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, കെമിക്കലാണോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. കഴിച്ച് കഴിഞ്ഞ് വയറിന് കംപ്ലയിൻറ്റ് വന്നാലും മിഠായി കഴിച്ചുകൊണ്ടാണെന്നൊന്നും ഒരിക്കലും വീടുകളിൽ നമ്മളത് പറയാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പഴയ മിഠായികളൊക്കെ കാണുമ്പോഴും നമ്മൾ പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ നല്ലൊരു നൊസ്റ്റാൾജിയൊക്കെ അടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മിഠായിയൊക്കെ നിങ്ങളും കഴിച്ചിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള വെറൈറ്റി മിഠായികളുടെ പേരൊക്കെ അറിയാമെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പമ്പര മിഠായി എന്ന് പറഞ്ഞ ഈ മിഠായി നല്ലൊരു ടേസ്റ്റ് വൈസ് അത്ര വലിയതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു ടോയ് എന്നൊരു നിലക്ക്, നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ മറ്റേ അടിപൊളി ടോയ് ഒന്നും ഇല്ലല്ലോ. അപ്പം അന്ന് നമുക്ക് കിട്ടിയിരുന്ന അന്ന് 20 പൈസ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ മിഠായിക്ക്. പല ടൈമിനും ഇത് മിഠായി മേടിച്ചിട്ട് ഇങ്ങനെ സ്പീഡിൽ കറക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് പോകാറുണ്ട് കേട്ടോ. പൊട്ടിത്തെറിച്ച് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഇത് പൊട്ടിത്തെറിച്ച് പോയി. അങ്ങനെ കുറേ മിഠായിയും പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെയുള്ള മിഠായിയും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.